ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഇടിച്ചക്ക തോരനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിലേക്കായി ഞാൻ വിഷുക്കണിക്ക് ഒരുക്കിയ അതേ ചക്ക തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇതുപോലെ കൊത്തി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലേക്ക് നമ്മുടെ അമ്മിക്കല്ലിലാണ് ഇത് ചതച്ചെടുക്കുന്നത്. എൻ്റെ കയ്യിൽ അമ്മിക്കല്ലില്ലാത്തത് കൊണ്ടാണ് ഞാനിത് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഒരുപാട് വെന്ത് പോകാൻ പാടില്ല കേട്ടോ. അതിനുശേഷം ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, ഊറ്റി മാറ്റി വയ്ക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, മൊത്തത്തിലൊന്ന് പ്രസ് ചെയ്ത് എല്ലാം ഒന്ന് ഉടച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ അല്ലെങ്കിൽ നമ്മുടെ അരപ്പ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ എരിവിനായിട്ട് കാന്താരി മുളകാണ് എടുത്തേക്കുന്നത്. ഒരു 8-10 കാന്താരി മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് ചതച്ചെടുക്കുക. ഈ ചതച്ചെടുത്തതിന് ശേഷം ആണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ കടുകിട്ട് പൊട്ടിച്ച് പിന്നെ ഞാൻ കുറച്ച് ഒരു ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില, വറ്റൽമുളകും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് കളറ് മാറി വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ മസാലകൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ചേർത്ത് നമ്മൾ കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളത് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറിയതിന് ശേഷമാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഇടിച്ചക്ക നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് ടൈം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ചക്ക കുക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. പിന്നെ അരപ്പ് ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. നമ്മുടെ ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഏകദേശം ചക്ക സീസൺ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ചക്ക കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു ചക്ക റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.